എന്താണ് കോളനൈസേഷൻ്റെ അടിസ്ഥാനം? ചൂഷണം. സൈനികമായി താഴെ നിന്ന രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ആ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുക. ഇതാണ് കോളനൈസേഷൻ. പിന്നീട് ആ രാജ്യത്തെ നൂറ്റാണ്ടുകൾ അനവധി കൈവശം വെക്കുക. നാം ഉദാഹരണം പറയാം, യൂറോപ്പിൻ്റെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായ പോർച്ചുഗലിൽ AD 16-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഗോവയിൽ അധികാരം വരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അത് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പോലും അവർ ഇന്ത്യയോട് യുദ്ധത്തിനൊരുങ്ങിയ രാജ്യമാണ്. അപ്പോൾ ഏകദേശം 950കളിലാണ് പിന്നീട് അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെടുന്നത്. ഒരു 4 നൂറ്റാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 4 നൂറ്റാണ്ട് കാലം അവർ ആ രാജ്യത്തെ കൈവശം വെക്കുകയും ആ രാജ്യത്തെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംസ്കാരരഹിതമായ നാടുകളിൽ ഒന്നാണ് ഗോവ. ഗോവയുടെ അത്ര മദ്യം വിറ്റഴിക്കപ്പെടുന്ന, ഹഷീഷ്, കഞ്ചാവ്, LSD ഇതൊക്കെ വിറ്റഴിക്കപ്പെടുന്ന ഒരു നാട് ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടത്? പോർച്ചുഗലിൻ്റെ അധീനതയിലാണ്. പോർച്ചുഗൽക്കാർ പഴയ കാലം മുതലേ അമിതമായി മദ്യപാനികളാണ്. യൂറോപ്പിൽ പൊതുവെ മദ്യപാനികളാണ്. നാടുകളും എല്ലാവരും മദ്യപാനികളാണ്. ഫ്രഞ്ചുകാരാണെങ്കിൽ ഫ്രഞ്ച് കൈവശം വെച്ചു. നമ്മുടെ പോണ്ടിച്ചേരി, മാഹി ഇതൊക്കെ ഫ്രഞ്ചാണ് കൈവശം വെച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുവഴി നമ്മൾ ബസ്സിന് വരുന്നപ്പോൾ പോലും ആ നാടിലത്തെ സിസ്റ്റം നമ്മുടെ നാട് സിസ്റ്റം 2ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്ന നാട് മാഹിയാണ്. എന്തുകൊണ്ടാണ് മാഹി ആയത്? മാഹി നൂറ്റാണ്ടുകളോളം ഫ്രഞ്ചുകാരാണ് കൈവശം വെച്ചത്. വളരെ ചിന്തിക്കണം. അതാണ് അവിടുത്തെ അവസ്ഥ. അത് ഫ്രഞ്ചുകാരാണെങ്കിലും പോർച്ചുഗീസുകാരാണെങ്കിലും എല്ലാവരും ധാർമ്മികമായി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലെ സാംസ്കാരികമായ അധപ്പതനം അവർ കയറി വന്നാൽ ഉണ്ടാവും. ആ രാജ്യത്തിന് സാംസ്കാരികമായും ധാർമ്മികമായും ഒരു പരിഗണനയും നൽകാതെയും പരമാവധി ഓപ്പിയം വാർസിനെ പറ്റി നമ്മുടെ ഈ പുസ്തകത്തിലുണ്ട്. ഓപ്പിയം വാർസിനെ പറ്റി ഈ തിരുദൂതർ എന്ന പുസ്തകത്തിലുണ്ട് ഓപ്പിയം വാർസ്. എന്താ ഓപ്പിയം വാർസ്? ഓപ്പിയം വാർസ് എന്നാൽ അത് 18-19 നൂറ്റാണ്ടുകളിൽ ചൈനയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ചൈനയെ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. എന്താണ് ഈ ഓപ്പിയം വാർ? അതായത് ഓപ്പിയം എന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ലഹരി വസ്തുവിനെ കൊണ്ടുവന്ന് ചൈനയിൽ വിറ്റു. അപ്പോൾ ചൈനയിലെ യുവാക്കൾ അതിൻ്റെ അടിമകളായി. പിന്നെ ആ രാജ്യത്തെ അതിൻ്റെ കാരണത്താൽ അടിമപ്പെടുത്തി. ചൈനക്കാർ ബീഡി വലിക്കാൻ പോലും പാടില്ല എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് AD 17-ാം നൂറ്റാണ്ടിലോ മറ്റോ ബീഡി വലിക്കാൻ പാടില്ല, പുകവലിക്കരുത് എന്ന നിയമം കൊണ്ടുവന്ന രാജ്യമാണ് ചൈന. ആ ചൈനയിലാണ് പിന്നെ ലഹരി വസ്തുക്കൾ സുലഭമായി ബ്രിട്ടീഷ് സർക്കാർ വിൽക്കുന്നത്. അത് ചെയ്യരുത് എന്ന് ചൈനയിലെ അക്കാലത്തെ ചക്രവർത്തി ബ്രിട്ടനോട് അപേക്ഷിച്ചു, അങ്ങനെ ചെയ്യരുത് എന്ന്. അപ്പോൾ പിന്നെ ചൈനയോട് യുദ്ധത്തിന് വന്നു. ആദ്യമായി ബ്രിട്ടൻ ചൈനയോട് പറഞ്ഞു, നിങ്ങൾക്കതിൽ വലിയ പങ്ക് തരാം, വലിയ പൈസ ഞങ്ങൾ തരാം, നിങ്ങൾ ഇത് വിൽക്കാൻ അനുവദിച്ചാൽ മതി. കഞ്ചാവടക്കുള്ള സാധനം, കറുപ്പ്, അതാണ് ഓപ്പിയം. ഒരു കറയാണത്. അത് മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലും. മദ്യം പോലെയൊന്നുമില്ല. മദ്യത്തെക്കാൾ 1000 ഇരട്ടി അപകടകരമായ സാധനങ്ങളാണ് ഈ ഓപ്പിയം, LSD ഇതൊക്കെ. അതൊരു സർക്കാർ വിൽക്കുക മറ്റൊരു രാജ്യത്ത്. ബ്രിട്ടീഷ് സർക്കാർ അത് ചൈനയെ കൊണ്ടുപോയി വിറ്റു. അപ്പോൾ ആ രാജ്യത്തെ ഭരണകൂടം അതിനെ എതിർത്തു. അപ്പോൾ ഭരണകൂടത്തോട് എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് വലിയ ലാഭം തരാം, ഇതിവിടെ വിൽക്കാൻ പറ്റും. അപ്പോൾ അവർ വിചിത്രമായ വർത്തമാനങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ചൈനയിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് ഞങ്ങൾ ലാഭം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ യുദ്ധത്തിന് വന്നു. അതാണ് ഓപ്പിയം വാർസ്. ചരിത്രത്തിൽ ഓപ്പിയം യുദ്ധങ്ങൾ, ഓപ്പിയം വാർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടൻ്റെ ഔദ്യോഗിക പട്ടാളം യുദ്ധത്തിന് വന്നു. ചരസും LSDയും ഓപ്പിയമും വിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി. എവിടെ? ചൈനയിൽ. ഇതൊക്കെ എന്ത് കാടന്മാർ ചെയ്യും? ആ രാജ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയണത്? വലിയ സാംസ്കാരികമായി വളർന്ന വലിയ വിദ്യാഭ്യാസമുള്ള നാടുകൾ. നമ്മൾ എന്ത് വിദ്യാഭ്യാസം? ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള അറിവാണ് അവരുടെ കയ്യിലുള്ളത്. ധാർമ്മികമായ ഒരു അറിവുമില്ല. അപ്പം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സംഗതിയാണ് സത്യത്തിൽ സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറയുമ്പോൾ അതിനെതിരായ ഒരു വ്യവസ്ഥിതിയാണ് ക്യാപിറ്റലിസം. ലോകത്തെ 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ സോഷ്യലിസത്തിൽ നിൽക്കുമ്പോൾ
അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ക്യാപിറ്റലിസത്തിൽ നിൽക്കും. ക്യാപിറ്റലിസത്തിന് ശക്തമായ എതിരാണ് കമ്മ്യൂണിസം. എന്തുകൊണ്ട്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് അനുഗ്രഹം, മൂലധനം മുതലാളിക്ക് അഹങ്കാരം ഉണ്ടാക്കുന്നത് കൊണ്ട് മൂലധനം ഉണ്ടാകാൻ പാടില്ല, മൂലധനം ഒരാളിൽ കേന്ദ്രീകരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥിതിയാണ് സത്യത്തിൽ സോഷ്യലിസം. എന്താ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉൽപാദനവും വിപണനവും ലാഭവും എല്ലാം തൊഴിലാളികളിൽ ഭദ്രമാകുന്ന ഒരു തൊഴിലാളികളാൽ നിയന്ത്രിക്കപ്പെട്ട് തൊഴിലാളികളിൽ അധിഷ്ഠിതമാകുന്ന വ്യവസ്ഥിതിക്ക് സോഷ്യലിസം എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യനെ നിലനിർത്തുന്നത് എന്താണ്? ഉൽപാദനങ്ങളാണ്. ഇപ്പോൾ എന്തുൽപ്പാദിപ്പിക്കുകയാണെങ്കിലും മുതലാളിക്ക് ലാഭം പോകാൻ പാടില്ല. ഉൽപാദനമായാലും വിപണനമായാലും അതിൻ്റെ ലാഭമായാലും അത് തൊഴിലാളികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ. എല്ലാം തൊഴിലാളികൾ നിയന്ത്രിക്കും. ഒന്നിനും എന്തുണ്ടാകരുത്? ഒരു മുതലാളി ഉണ്ടാകരുത്. കാരണം മുതലാളി ചൂഷകനായിരിക്കും. അപ്പൊ മുതലാളി ഇപ്പൊ ഈ ഇരിക്കണം നിങ്ങൾക്ക് പോലും അത് നല്ലൊരു ആശയം തോന്നാണ്. നിങ്ങൾക്ക് പോലും ഇപ്പൊ നല്ലൊരു ആശയം തോന്നും. എന്ത് സത്യം തന്നെയല്ലേ? എന്ത് സാധനം? ഇപ്പൊ ഏത് സാധനം? എന്ത് സാധനം? ഉദാഹരണം പറയാം. ഒരു സോപ്പ് മുതലാളിക്കും സോപ്പ് ഉണ്ടാക്കാം, തൊഴിലാളികൾ കൂടുന്ന ഒരു ഗ്രൂപ്പിനും സോപ്പ് ഉണ്ടാക്കാം. മുതലാളി സോപ്പ് ഉണ്ടാക്കിയാൽ തൊഴിലാളിക്ക് കൂലി കൊടുത്തതിന്റെ ബാക്കി ലാഭം ആരെടുക്കും? മുതലാളി എടുക്കും. തൊഴിലാളികൾ സോപ്പ് ഉണ്ടാക്കിയാൽ അങ്ങനെയല്ല. തൊഴിലാളികൾ സോപ്പ് ഉണ്ടാക്കിയാൽ അതിന് ആവശ്യമായ ക്യാപിറ്റൽ സർക്കാർ കൊടുക്കണം, മൂലധനം സർക്കാർ കൊടുക്കുക. ബാക്കി ലാഭം മുഴുവനും ആരിൽ വീതിക്കപ്പെടും? തൊഴിലാളികളിൽ വീതിക്കപ്പെടും. നല്ല വർത്താനാണ്, കേട്ടാൽ നല്ല വർത്താനാണത്. പക്ഷേ ലോകത്ത് ഇത് വർക്ക് ചെയ്ത ഒരു വ്യവസ്ഥിതി ലോകത്തില്ല എന്നതാണ് സത്യം. കേൾക്കാൻ വലിയ രസകരമായ കാര്യമാണ് തൊഴിലാളികളാൽ നിയന്ത്രിക്കപ്പെടുക, മുതലാളിമാരില്ലാതെയാകുക എന്നത്. ട്രേഡ് യൂണിയനുകളാൽ നിയന്ത്രിക്കപ്പെട്ട് ഉൽപാദനമായാലും വിപണനമായാലും അതിൻ്റെ ലാഭമായാലും അതെല്ലാം തൊഴിലാളികളിലേക്ക് തന്നെ എത്തിച്ചേരുക. നല്ല രസകരമായ വർത്താനാണ്. അത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. തൊഴിലാളികളെ റേഞ്ച് ഉയർന്നു പോവും, മുതലാളിമാരുടെ സ്ഥാനത്ത് തൊഴിലാളികൾ വരും. പക്ഷെ ലോകത്ത് ഈ സിസ്റ്റം വർക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, തൊഴിലാളി നേതാക്കന്മാർ പിന്നെ ആരുടെ സ്ഥാനത്ത് വന്നു? മുതലാളിമാരുടെ സ്ഥാനത്ത് വന്നു. ഈ ചൂഷണം മുഴുവനും പിന്നെ ആദ്യകാലത്ത് മുതലാളിമാരാണ് നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് അത് തൊഴിലാളി നേതാക്കന്മാർ നടത്തി. എവിടെയും അത് പരിശോധിച്ചാൽ ശരിക്കും ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം നമ്മുടെ രാജ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം വർക്ക് ചെയ്ത ഒരു നാടാണ് കേരളം. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഇന്ന് ഇവിടുത്തെ ബോർഷകളുമാണ്. വലിയ പൈസക്കാരാരാ? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. വലിയ പണക്കാർ, വലിയ വീടുകളിൽ താമസിക്കുന്ന വലിയ പണക്കാർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ മുതലാളികൾക്കുണ്ടായിരുന്ന അതേ അഹങ്കാരവും ചൂഷണവും ആരിലേക്ക് മാറി? തൊഴിലാളികളിലേക്ക് മാറി. പക്ഷെ അതേ സമയത്ത് ഉൽപാദനത്തിൽ വ്യത്യാസമുണ്ടായില്ല എന്ന് മാത്രമല്ല, ഉൽപാദനവും വിപണവും ലാഭം തകർന്ന് നഷ്ടപ്പെട്ട് ഒരു സിസ്റ്റം തന്നെ തകരാൻ സോഷ്യലിസം കാരണമായി എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം. ഇസ്ലാം ഈ രീതിക്കൊക്കെ എതിരാണ്. ഇസ്ലാം ഒരിക്കലും മുതലാളിത്തത്തെ അംഗീകരിക്കില്ല. അതേസമയത്ത് ഒരു മുതലാളി ഉണ്ടാകുന്നതിന് ഇസ്ലാം വിരോധിയല്ല. മുതലാളിത്തം എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു മുതലാളിത്തത്തെ ഇസ്ലാം അംഗീകരിക്കില്ല. അതേസമയത്ത് ഒരു മുതലാളി ഉണ്ടാകുന്നതിന് ഇസ്ലാമിന് ഒരു വിരോധവുമില്ല. ഇസ്ലാം എന്ത് ചെയ്യും? മുതലാളിക്ക് ധാർമ്മിക ബോധം നൽകി മുതലാളിയെ നന്നാക്കും. എന്നാൽ തൊഴിലാളിക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് ഇസ്ലാമിക് സിസ്റ്റം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദ പാത്ത് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് ക്യാപിറ്റലിസം. തൊഴിലാളിത്തത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ്. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ട്രൈറ്റ് പാത്താണ് എന്ത്? ഇസ്ലാം. അത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് വളരെ ചിന്തിക്കണം. ഇത് എന്നാണ് ഹബീബ നബി വർക്ക് ചെയ്യുന്നറിയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് വിജയിക്കുന്നത്. പക്ഷെ രണ്ടും ഒന്ന് പൂർണ്ണമായ ചൂഷണമാണ്. എന്ത്? ക്യാപിറ്റലിസം പൂർണ്ണമായ ചൂഷണമാണ്. സോഷ്യലിസം വർക്ക് ചെയ്യൂല. സോഷ്യലിസം നടത്താൻ കഴിയൂല. അത് ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിലും ഭംഗിയായി ആ വ്യവസ്ഥിതി നിലനിൽക്കേയില്ല. ഒരു ഉദാഹരണം പറയാം.
ഭൂപരിഷ്കരണ നിയമം കൃത്യമായി നടപ്പിലാക്കിയ നാടാണ് കേരളം. 1957 നിയമം വന്നു. 1960 രാഷ്ട്രപതി ഒപ്പിട്ട് കേരളത്തിൽ അത് നിയമമായി, ഭൂപരിഷ്കരണ നിയമം. അതായത് കൃഷിയൊക്കെ കർഷകൻ്റേത്, ഞങ്ങൾ കൊയ്യും വയലുകളെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ 1957 മുതൽ പാട്ട് പാടിയതാണ്. എന്താ പിന്നുണ്ടായത്? എന്താ ഉണ്ടായത്? കൃഷിയില്ലതെ. ഇന്ന് ഒന്നും കൂടി പറയാം, കേരളത്തിൽ ഭൂപരിഷ്കരണ കാർഷിക നിയമം ഇന്ത്യ രാജ്യത്ത് കൃത്യമായി നടപ്പിലാക്കപ്പെട്ട രാജ്യമാണ് കേരളം. ഇന്ത്യ രാജ്യത്ത് കൃഷി തീരെ ഇല്ലാതായ നാടാണ് കേരളം. ഇല്ലാതായി, നിലനിർത്താൻ കഴിയില്ല. കൃത്യമാണത്. 1957 ഈ നിയമം പാസ്സാക്കുമ്പോഴുള്ളതിൻ്റെ 10% കൃഷി ഇന്ന് കേരളത്തിലില്ല. എന്തുകൊണ്ട്? മുതലാളി കൃഷി നടത്തുമ്പോൾ മാത്രമാണ് കൃഷി ലാഭകരമാവുക. മുതലാളിക്ക് ധാർമ്മികമായ ബോധം കൊടുക്കാൻ വേണ്ട. എന്താ കൃഷി തൊഴിലാളിക്ക് കൃഷി നടത്താൻ കഴിയില്ലെന്ന്? കഴിയില്ലെന്ന് വെച്ചാൽ കഴിയും, പക്ഷെ ലാഭകരമാവൂല. ഒരു പൊതുമേഖലാ സിസ്റ്റത്തിന് ലാഭകരമാക്കാൻ കഴിയൂല. ഞാൻ നിങ്ങൾ പറഞ്ഞ ലോകത്തെ നമ്മുടെ OMV പോലത്തെ ആളുകളൊക്കെ പാട്ട് പാടി ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പാട്ട് പാടിക്കൊണ്ട് നടത്തുന്ന ഒരു നാടാണല്ലോ സോവിയറ്റ് യൂണിയൻ. 1917 അതിന് വന്നു. എന്നാൽ ഒരു നൂറ്റാണ്ട് പിടിച്ചു കഴിഞ്ഞില്ല. അതായത് മുതലാളിയോ ഇല്ല, എല്ലാവരും മുതലാളിയോ തൊഴിലാളി എന്ന ഒരു വ്യവസ്ഥിതി കൊണ്ടുവന്നു. ദശലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി പൊതുമേഖലാ സ്ഥാപനമായി. കൃഷി മുഴുവനും ആരുടേതായി? പൊതുമേഖല. മുതലാളിയില്ല. അതോടുകൂടി കൃഷി തകർന്നു, എക്കണോമിക് സിസ്റ്റം തകർന്നു. 1917 തുടങ്ങിയ സോവിയറ്റ് യൂണിയൻ 1990 നിലം പൊത്തിങ്ങോട്ട് പോയി. പിന്നെ 2 കാര്യമാണ് സോവിയറ്റ് യൂണിയൻ പിടിച്ചത്. ഒന്ന് വേശ്യാവൃത്തി. 1990 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലോകത്തേക്കുള്ള ഏറ്റവും കൂടുതൽ വേശ്യകളെ കയറ്റിവിട്ടത് റഷ്യൻ. പഴയ കാലത്ത് റഷ്യൻ നാടുകളിലെ പെണ്ണുങ്ങൾ ലോകരാജ്യങ്ങളിൽ വേശ്യകളായി വന്നു. കാരണം ജീവിക്കാൻ നിർവാഹം ഇല്ല. തകർന്ന് തരിപ്പണ. പിന്നെ മോഷണം. 1990 ഏറ്റവും കൂടുതൽ മോഷണം നടന്ന നാടാണ് റഷ്യ. എന്തുകൊണ്ട്? തകർന്നു ജീവിക്കാനില്ല, ഒരു വഴിയും ഇല്ല. ഇത്രയേറെ മനുഷ്യൻ ദുരിതം അനുഭവിച്ച ഒരു നാട് 20ാം നൂറ്റാണ്ടിൽ സോവിയറ്റ് യൂണിയനെ പോലെ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിൽ ആ നാട് തകർന്ന് തരിപ്പണായി. പാടെ തകർന്നു. പിടിച്ചിക്കാൻ ആ നാടിന് കഴിഞ്ഞില്ല. ഒരു കാലത്ത് പാടിയിരുന്നൊരു പാട്ടാണ്, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞാൽ എത്ര ഭാഗ്യം. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് നല്ല ഈണത്തിൽ പാടിയിരുന്നു. സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞാൽ എത്ര ഭാഗ്യം എന്ന്. ഇത് കുറേ വരികളുണ്ട്. നല്ല സോവിയറ്റ് യൂണിയനെ പിന്നെ മഹത്വവൽക്കരിക്കുന്ന ഒരുപാട് പാട്ടുകൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളുണ്ട്. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു നൂറ്റാണ്ട് പിടിച്ചു നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല. ഒന്ന്, കൃഷി തകർന്നു, മാർക്കറ്റ് തകർന്നു, എല്ലാം തകർന്നു, ഒക്കെ തകർന്നു. ആത്മാർത്ഥത ഇല്ലാതായി. രാജ്യത്തെ ഉൽപാദനം തകർന്നു. എല്ലാം തകർന്നു. അതേ സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ ലോകത്തൊരു സിസ്റ്റം ഉണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മധ്യത്തിലുള്ള ഒരു വ്യവസ്ഥയാണ്. ഇസ്ലാം സോഷ്യലിസം പറയുന്ന രൂപത്തിലുള്ള, ആധുനിക സോഷ്യലിസം പറയുന്ന വിധത്തിലുള്ള സോഷ്യലിസമാണോ? അല്ല. അതൊരു തൊഴിലാളി സർവാധിപത്യമാണോ? അല്ല. എന്നാൽ ഒരു മുതലാളി ചൂഷണത്തിന്റെ സ്ഥാപനമാണോ ഇസ്ലാം? അല്ല. മുതലാളിക്ക് അവസരം നൽകുകയും ധാർമ്മികമായ മൂല്യങ്ങൾ നൽകി, ബോധനങ്ങൾ നൽകി മുതലാളിയെ നിയന്ത്രിക്കുകയും തൊഴിലാളിയെ പരിഗണിക്കുകയും തൊഴിലാളിയുടെ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ
ജീവിതത്തിന്റെ യഥാർത്ഥ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംവിധാനം. ആ സംവിധാനമാണ് ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാം പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ കൊണ്ടുവന്നത്. അത് അന്നും വർക്കാണ്, ഇന്നും വർക്കാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കണ്ട ഏറ്റവും വലിയ മുതലാളിക്കാണ് 2 മക്കളെ കെട്ടിച്ചു കൊടുത്തത്. മദീന കണ്ട ഏറ്റവും സാധുവായ തൊഴിലാളിക്കാണ് 1 മകളെ കെട്ടിച്ചു കൊടുത്തത്. മനസ്സിലായില്ലേ? പക്ഷെ എന്നിട്ട് ഇതിൽ ആരാണ് ഏറ്റവും ഉപകാരി എന്ന് നമുക്ക് കണ്ടെത്താൻ പോലും കഴിയില്ല. എന്തുകൊണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ ഒരു മുതലാളി ഇല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഇസ്ലാം 2ന്റെ ഇടയിൽ നിന്നും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ അടുത്ത പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തു. മദീന കണ്ട ഏറ്റവും, ഇന്നത്തെ കാലത്തെ ആളുകൾ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മുതലാളിത്ത ബൂർഷ ആര്? സയ്യിദ്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ. എത്രയാണ് മുതലിൽ ലാഭം എന്ന് പറഞ്ഞ തീരൂല. ആ മനുഷ്യനെ കൊണ്ട് ലോകത്തിന് കിട്ടിയ, മദീനക്കാർക്ക് കിട്ടിയ, സമൂഹത്തിന് കിട്ടിയ നേട്ടം പോലെ വേറെ ആൾക്കൊണ്ട് കിട്ടിയിട്ടില്ല. മദീന മുഴുവനും ദാരിദ്ര്യം നിലനിന്ന ഒരു വർഷം, ശക്തമായ ദാരിദ്ര്യം. അപ്പോൾ യമനിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ അന്വേഷിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ മദീന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് വഴിയിൽ വെച്ച് സാധനങ്ങൾ വാങ്ങി. അതായത് യമനിൽ നിന്ന് വരുന്ന 1000 ഒട്ടകപ്പുറത്ത് വരുന്ന സാധനങ്ങളെല്ലാം വില കൊടുത്ത് വാങ്ങി ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതിന് കഴിയും. ഇതറിഞ്ഞപ്പോൾ മദീനയിലെ കച്ചവടക്കാർ ഓടി മരുഭൂമിയിലെത്തി. ഉസ്മാനെ, ഒറ്റക്ക് അങ്ങനെ പറ്റൂല, ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, ഞാൻ ഇതിന് വില കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇതിന് ലാഭം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എനിക്ക് ലാഭം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വാങ്ങിയതിൻ്റെ ഇരട്ടി തരാം. അപ്പോൾ പറഞ്ഞു, അതുപോരാ, എനിക്ക് ഇതിനേക്കാൾ തരാമെന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ഇരട്ടി തരാം, വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 3 ഇരട്ടി തരാം. അപ്പോഴും പറഞ്ഞു, ഇതിൻ്റെ 3 ഇരട്ടിയേക്കാൾ തരാമെന്ന് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് എന്നെ തരും. അപ്പോൾ ആളുകൾ ചോദിച്ചു, 3 ഇരട്ടി നിങ്ങൾ വാങ്ങിയ ഈ സാധനം ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതിന്റെ 3 ഇരട്ടിയേക്കാൾ തരാന്ന് പറഞ്ഞ ഒരാളാരാ? അപ്പോൾ ആളുണ്ട്, എനിക്ക് ആള് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ. അവസാനം അവർ വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾക്ക് മുതലാവില്ല, പോയി. ഈ സാധനങ്ങൾ മുഴുവനും മദീനയിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു. വെറുതെ കൊടുത്തു. ആരാ 3 ഇരട്ടിയേക്കാൾ ലാഭം പറഞ്ഞ ആളാരാ? പടച്ചോനെ, അല്ലാഹു. അല ഹസനത്തു ബിഅശ്രി അംസാലിഹ, 1-ന് 10ന്റെ പ്രതിഫലം കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞതിനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന മുതലാളി അവിടെ അവലംബിച്ച്. ഈ ബോധം മുതലാളിക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുതലാളി ചെയ്യുന്ന പല കാര്യങ്ങളും അതിന്റെ വൃത്തിയിൽ തൊഴിലാളികൾക്ക് ചെയ്യാൻ കഴിയൂല. മുതലാളിക്ക് ലാഭം ഉണ്ടാക്കണമെന്ന താല്പര്യം ഉണ്ടാവും. പിന്നെ ധർമ്മബോധം ഉണ്ടായാൽ മതി. അനാവശ്യ വഴിയിൽ ലാഭം ഉണ്ടാക്കാതിരിക്കുക, തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ലാഭം ഉണ്ടാക്കാതിരിക്കുക എന്ന ധാർമ്മിക ബോധം അയാൾക്കുണ്ടായാൽ മാത്രം മതിയാവും. അയാളിലുള്ള ലാഭമുണ്ടാക്കുന്ന ഒരു ഔത്സുക്യത്തെ പരിഗണിക്കണം. എന്തുകൊണ്ട്? അത് രാജ്യത്തിനും ലോകത്തിനും ലാഭകരമായിരിക്കും. ഉദാഹരണം പറയാം, 957 നമുക്ക് വേണ്ട അരി നമ്മളെ കയ്യിലുണ്ട്. അന്നിവിടെ കൃഷിഭൂമി നടത്തുന്ന ജമ്മിമാരാണ്. ജമ്മിമാർക്ക് ഉൽപാദനം ഉണ്ടാക്കണമെന്ന് അതിയായ താല്പര്യം ഉണ്ടാവും. പക്ഷെ അവരൊരു കാലഘട്ടത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് ധാർമ്മിക ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ധാർമ്മിക ബോധം നൽകിയിരുന്നുവെങ്കിൽ അവർ നേരെ കൃത്യമായ ഒരു ജനോപകാരികളായി നിൽക്കുകയും ചെയ്യും. അതേ സമയത്ത് പ്രൊഡക്ഷൻ ഒരിക്കലും താഴോട്ട് പോകുകയില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയെന്നോ അരി വന്നിട്ടില്ലെങ്കിൽ കേരളക്കാർക്ക് തിന്നാൻ ഒന്നുമില്ല. എന്താണ് നമ്മളെ കയ്യിൽ നിന്നുള്ളത്? 957 ശേഷം ഒരു ദുരന്തമായി നമ്മൾ മാറി. ഞാൻ കേരളത്തിൽ കണ്ട ഒരു അത്ഭുതകരമായ ഒരു കേരളം സാക്ഷ്യം വഹിച്ച അത്ഭുതകരമായ ഒരു കാര്യം സാന്ദർഭികമായി നിങ്ങളോട് പറയാം. ജോസഫ് മുരിക്കൻ എന്നൊരാളുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ. ജോസഫ് മുരിക്കൻ, അയാളെ തിരുവിതാംകൂർ കായൽ രാജാവ് എന്ന് വിളിച്ചു.
എന്താണ് ഇതിന് കാരണമെന്നാൽ അദ്ദേഹം 940-കൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മളെ നാട്ടിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ ഊറ്റിക്കൊണ്ടുപോയി. കാരണത്താൽ ഭക്ഷ്യക്ഷമ ഉണ്ടായി കേരളത്തിൽ. 940-കളിൽ 1939 മുതൽ 1945-46 വരെ നിലനിന്നതാണ് സെക്കൻഡ് വേൾഡ് വാർ. മനസ്സിലാവേണ്ട പറഞ്ഞത്. ആ സമയത്ത് കേരളത്തിൽ, ഇന്ത്യയിൽ ഉണ്ടായി, കേരളത്തിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ സമയത്താണ് എന്താ പറയുന്നത്, ജോസഫ് മുരിക്കൻ രംഗത്ത് വരുന്നത്. അദ്ദേഹം തിരുവിതാംകൂർ രാജാവിൽ നിന്ന് 2000 ഏക്കർ ഭൂമി വാങ്ങാന്ന് പറഞ്ഞാൽ അനുമതി വാങ്ങി. കായലാകുമ്പോൾ വെള്ളം ഇങ്ങനെ കിടക്കും, ഒന്നിനും പറ്റാത്ത കായൽ. തൊട്ടടുത്ത് എന്തുണ്ട്? കടലുണ്ട്. അതായത് വെള്ളം കെട്ടിക്കിടന്ന കായൽ മീൻ പിടിക്കാൻ മാത്രമേ പറ്റൂ. അത് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് 3 സ്ഥലങ്ങൾ, ചിത്തിര, റാണി, മാർത്താണ്ഡം, ഇങ്ങനെ 3 സ്ഥലങ്ങൾ. ചിത്തിര 716 ഏക്കർ, റാണി 568 ഏക്കർ, മാർത്താണ്ഡം 674 ഏക്കർ. മൊത്തത്തിൽ 2000 ഏക്കറിനടുത്ത് 1959 ഏക്കർ. ചിത്തിര 716 ഏക്കർ, റാണി 568 ഏക്കർ, മാർത്താണ്ഡം. ചിത്തിര, റാണി, മാർത്താണ്ഡം, ഈ 3 കായലുകളാണ് അദ്ദേഹം തിരുവിതാംകൂർ രാജാവിൽ നിന്ന് അനുമതി വാങ്ങി കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിയത്. ഏകദേശം 2000-നടുത്ത് ഏക്കർ ഭൂമി. ഇദ്ദേഹം ചെയ്തത് കായലിന് മുഴുവനും, കടലിനും കായലിനും ഇടയിൽ ബണ്ട് കെട്ടി, ചെളി വാരി പൊത്തി, തെങ്ങ് മുറിച്ചിട്ട് ഇട കൊടുത്തിട്ട് ചെളി വാരി പൊത്തിയിട്ട് എന്ത് ചെയ്തു? ബണ്ട് കെട്ടി. കടലിന്റെയും കായലിന്റെയും ഇടയിൽ ബണ്ട് കെട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ വെള്ളം മുഴുവനും അടിച്ചൊഴിവാക്കി. എന്തിലേക്ക്? കടലിലേക്ക് അടിച്ചൊഴിവാക്കി. എന്നിട്ട് ഇത് നല്ല നെൽപ്പാടാക്കി ജോസഫ് മുരിക്കൻ. 2000 ഏക്കർ കൃഷി ചെയ്തു. അതാണ് സത്യത്തിൽ കുട്ടനാട് എന്ന കേരളത്തിന്റെ നെല്ലറ. ഇത് കേരളം കണ്ട മഹാത്ഭുതമാണ്. ഒന്നും കൂടി മനസ്സിലായി. അത്ഭുതം. ഒരു മുതലാളി, ജോസഫ് മുരിക്കൻ എന്ന മുതലാളി, അദ്ദേഹം ഇത് ചെയ്തത് കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് നൽകി. എന്ത്? കായൽ രാജാവ്. കേരളത്തിന് സാമ്പത്തിക സ്ഥിതി മാറി. 2000 ഏക്കറിൽ സമൃദ്ധമായി നെല്ലുണ്ടായി. മറ്റു നാടുകൾ ഇഷ്ടംപോലെ നെല്ലുണ്ടാനും പുതിയൊരു നെൽകൃഷി, ഒരു ഭൂമി നമുക്ക് കൈവശം വന്നു. മനസ്സിലായില്ല? അന്ന് എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? നെൽഭൂമികളുണ്ട്. അവർ കൃത്യമായി കൃഷി ചെയ്തു. ഇത് പുതിയ 2000 ഏക്കർ നല്ല വന്നതോടുകൂടെ, ഇതുകൂടി വന്നപ്പോൾ കേരളത്തിൽ എന്ത് വന്നു? ഭക്ഷ്യക്ഷാമം ഉണ്ടായില്ല. ഇതോട് വന്നതോടുകൂടെ അതിന് അയാൾ അശ്രാന്ത പരിശ്രമം ചെയ്തു. 1000കണക്കായ തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തി. ആ തൊഴിലാളികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഈ കായലിനോടനുബന്ധിച്ച് അയാൾ എന്ത് ചെയ്തു? തെങ്ങ് നട്ടുപിടിപ്പിച്ചു. അപ്പോൾ എന്തുണ്ടാവും? ഈ ബണ്ടുകൾക്ക് ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലോണ്ട് പറഞ്ഞത്. അങ്ങനെ ചെയ്തു. എന്നിട്ട് അതിലൊക്കെ തേങ്ങ ഉണ്ടായി. പിന്നെ ഇഷ്ടം പോലെ വാഴ. കാരണം ഈ തൊഴിലാളികൾക്ക് മുഴുവനും ഭക്ഷണം കഴിക്കണം, അരിയും അതിന് കൂട്ടാൻ വെക്കാനൊക്കെ വേണമല്ലോ. ഇഷ്ടം പോലെ വാഴ വെച്ചു. അവർക്ക് ആവശ്യമായ വീട് വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. തൊഴിലാളികൾ സമൃദ്ധിയായി ജീവിച്ചു. കേരളത്തിന്റെ ദാരിദ്ര്യവും മാറി. കാരണം നമുക്ക് പുതിയതായി എന്തു വന്നു? നിലവിലുള്ള പാടങ്ങൾക്ക് പുറമെ നമുക്ക് എന്തു വന്നു? 2000 ഏക്കർ പുതിയ പാടം വന്നു. എന്തിലൂടെ? കായൽ നികത്തിയപ്പോ. ഇതിന്റെ മുന്നിൽ അദ്ദേഹം ശ്രമിച്ച, വളരെ അധ്വാനിച്ചതിന് കൈ കണക്കില്ല. ഈ പാടം കാണാൻ വേണ്ടി 1952 ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൗതുകം കൊണ്ടുവന്നു. ഈ പാടൊന്ന് കാണാൻ 1952 നെഹ്റു വന്നു. എന്തിന്? ഈ പാടം കാണാൻ. കേരളം ഒരു സ്വയം പര്യാപ്ത സംസ്ഥാനമായി. എല്ലാവരുടെ കയ്യിലും കൃഷിഭൂമിയുണ്ട്. പുതിയതായി വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കലായി കൃഷി നടത്തുന്ന ഒരു കൃഷിഭൂമി 2000 ഏക്കറും കൂടി, അതിന്റെ ധാന്യം കൂടിയും നെല്ല് കൂടി കേരളത്തിലേക്കും 3 വിള എടുത്തത്. 3 വിള. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ആവശ്യത്തിന് വെള്ളം കിട്ടും, പിന്നെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ മുതലാളി ഇന്റലിജന്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല. അതിലേക്കാണ് 1957 ഭൂപരിഷ്കരണ നിയമം വന്നത്. അപ്പോൾ ബൂർഷ്വാസിനെ വിളിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ. ആര്? ജോസഫ് മുരിക്കന്.
പിന്നെ ട്രേഡ് യൂണിയനുകളായി, സമരങ്ങളായി. 970 അത് നഷ്ടപ്പെട്ടു. അത് അത് ദേശവൽക്കരിച്ചു. 973 ദേശവൽക്കരിക്കുന്നത്. ചുരുക്കത്തിൽ കൃഷി ചെയ്യാൻ സമ്മതിച്ചില്ല. അതായത് അങ്ങനെ ഒരു ബൂർഷ്വാസി കൃഷി നടത്തുന്നതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ കൊടി പിടിച്ചു. അദ്ദേഹത്തിന് വാഴ മുഴുവനും നിർദാക്ഷിണ്യം കമ്മ്യൂണിസ്റ്റുകാർ വെട്ടി. അദ്ദേഹത്തിന് തെങ്ങ് വെട്ടി. എല്ലാം നഷ്ടപ്പെട്ട് മാനഹാനിയിൽ ആ മനുഷ്യൻ നാടുവിട്ടു തിരുവനന്തപുരത്തേക്ക്. 1972 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡിൽ കിടന്നിട്ടാണ് ജോസഫ് മുരിക്ക മരിക്കുന്നത്. കായൽ രാജാവ് ജനറൽ വാർഡിൽ കിടന്ന് മരിച്ചു. ആരാണ് ഈ കായൽ രാജാവ്? ആരാണ് ഈ കായൽ രാജാവ്? അയാളുടെ കൃഷിഭംഗിയെയും അയാളൊരു സംസ്ഥാനത്തെ ഒന്നടങ്കം കാർഷിക സാമ്പത്തിക ഭക്ഷ്യ സമൃദ്ധമായി സംരക്ഷിച്ചതിന്റെ പേരിൽ ആ ഒരു കൗതുകം കാണാൻ വേണ്ടി ആര് വന്നിട്ടുണ്ട്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സന്ദർശിച്ച കൃഷിക്കാരനാണ് ഇയാള്. അയാളുടെ പേരിൽ എന്തെങ്കിലും അയാൾക്കത് നടത്താൻ കഴിയാത്തതുകൊണ്ട് അയാളെ സംബന്ധിച്ചുള്ള ലാഭം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവും. പിന്നെ കൃഷി ലാഭകരമാവണമെങ്കിൽ തൊഴിലാളികൾക്ക് പിൽക്കാലഘട്ടത്തിൽ ഇത് വീതിച്ചാൽ എന്താ ഉണ്ടാവുക? ഒരാൾക്ക് 10 സെന്റ് കിട്ടും, മറ്റേക്ക് 15 സെന്റ് കിട്ടും, അതിൽ വീട് വെക്കും. മനസ്സിലായില്ല? പിന്നെ അവിടെ എന്തുണ്ടാവില്ല? കൃഷി ഉണ്ടാവില്ല. കൃഷി ഇന്നും ലാഭകരമാണ്. ഇപ്പൊ ഇറാനില് 350 ഏക്കർ കൃഷി നടത്തുന്ന ഒരു കോഴിക്കോട് ജില്ലക്കാരൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾ ഈ 2025 സൗകര്യം കിട്ടിയാൽ ഇറാനിലെ കൃഷിഭൂമി കൊണ്ടുപോയി കാണിച്ചു തരാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കൃഷി ലാഭകരമാക്കണമെങ്കിൽ വിശാലമായ കൃഷിയാണോ? ഒരു 10 സെന്റിൽ നടക്കൂല. ഒരു 1/2 ഏക്കർ കൃഷി നടക്കൂല. അത് ലാഭകരമാക്കാൻ കഴിയില്ല. അതിന് അതിൻ്റെതായ ബാലാരിഷ്ടതകൾ ഉണ്ടാവും. ഒരു കൊല്ലം നടത്തും, പിന്നെ അത് ലാഭമില്ലാതെ വേഗം എങ്ങോട്ട് പോകും? ഗൾഫ് പോകും. അതോടെ അതവിടെ നിൽക്കും. ലോകത്തെ ഏറ്റവും ബിൽഗേറ്റ്സ്, ലോകത്തെ ഏറ്റവും വലിയ കർഷകനാരാ? ബിൽഗേറ്റ്സ്. ലോകത്തെ ഏറ്റവും നമ്പർ 1 ഇതാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കാർഷിക ലാഭം ഉണ്ടാക്കുന്നത് ഷാറുഖ് ഖാന്റെ മോളാണ്. ഷാറുഖ് ഖാൻ എന്ന ആക്ടർ ഇല്ലേ, അയാൾ മകൾക്ക് 1000കണക്കിന് ഏക്കർ കൃഷി. ഭയങ്കര ലാഭകരമാണ്. കൃഷി ലാഭകരമാണ്. പക്ഷെ എന്താവണം? അതൊരു മുതലാളിയുടെ കയ്യിലായിരിക്കണം. മുതലാളിയാകുമ്പോൾ ഇന്റലിജന്റ് ആയിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൃത്യമായി കൊണ്ടുനടക്കും. മറ്റ് ലാഭകരമാക്കാനോട് കഴിയുകയില്ല. ചുരുക്കത്തിൽ കേരളത്തിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിച്ച കായൽ രാജാവ് കുട്ടനാട് കേരളത്തിന്റെ നെല്ലറയെന്ന് പേര് കിട്ടാൻ കാരണം ഇതാണ്. കുട്ടനാട് കേരളത്തിന്റെ നെല്ലറയാകാൻ കാരണം ഈ കായലിലെ കൃഷിയാണ്. 1973 ദേശവൽക്കരിച്ചു. 72 ജോസഫ് മുരിക്കൻ ദരിദ്രനായി, മാനഹാനിയിലായി, എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ തെങ്ങും വാഴയും മുഴുവനും കമ്മ്യൂണിസ്റ്റുകാര് ബൂർഷ്വാസി എന്ന പേര് പറഞ്ഞ് വെട്ടി. ഒരു കാലത്ത് കേരളത്തിന്റെ ഭക്ഷ്യദാരിദ്ര്യം പരിഹരിച്ച ഒരു നല്ല മനുഷ്യനായ, ഒരു സൽഗുണസമ്പന്നനായ, ഇനി അബദ്ധങ്ങളൊക്കെ പറ്റിയിരിക്കാം. ഒരു മുതലാളിയാകുമ്പോൾ സ്വാഭാവികമായും അബദ്ധങ്ങളുണ്ടാവും. അത് അദ്ദേഹത്തെ നിയമങ്ങൾ കൊണ്ടും ധാർമ്മിക ബോധവൽക്കരണം കൊണ്ടും അദ്ദേഹത്തെ ജനോപകാരിയാക്കി മാറ്റാനേ ശ്രമിക്കേണ്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്കിൽസ് നമ്മൾ ഇല്ലാതാക്കിയാൽ എന്താ സംഭവിക്കുക? അത്രയും ഉൽപാദനം ഇല്ലാതെയാവും. ഈ ഉൽപാദനത്തെ നികത്താൻ മറ്റൊരാൾക്കൊട്ട് കഴിയൂല്ല. ഈ മനുഷ്യൻ ദരിദ്രനായി, മാനഹാനി നഷ്ടപ്പെട്ട്, കമ്മ്യൂണിസ്റ്റുകാർ വാഴയും തെങ്ങും വെട്ടി നശിപ്പിച്ച് ഈ മനുഷ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡിൽ കിടന്ന് 1972 അന്ത്യശ്വാസം വലിച്ചു. എന്താ പിന്നെ ഒരു വർഷം എന്തുണ്ടായി? കാർഷിക ഐക്യസംഘം കൃഷി നടത്തി, നഷ്ടത്തിലായി, പിന്നെ നടത്തിയിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നടത്താൻ കഴിയില്ല. ജോസഫ് മുരിക്കന് ശേഷം എന്ത് ചെയ്തു? ട്രേഡ് യൂണിയൻ എല്ലാവരും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ആ കുട്ടനാട് കർഷക സംഘം ഒരു സംഘം ഉണ്ടാക്കി ആ കർഷക കൃഷി നടത്തി. ഓൺലി വൺ ഇയർ പിന്നെ നടത്തിയില്ല. ഇന്ന് വീണ്ടും അതെന്താണ്? കായലാണ്. എന്തുകൊണ്ട്? അത് അത്രയും ശ്രദ്ധിക്കണം. ബണ്ട് കിട്ടിയത് ഏത് സമയത്തും ഇത് കടനിരപ്പിന് താഴെയാണ്.
മനസ്സിലായില്ല? ഈ ഭൂമി എപ്പോഴും സീ ലെവലിന് താഴെ ഇരിക്കും. കാരണം വെള്ളം കയറി കിടക്കുന്ന സ്ഥലമല്ലേ എന്ത് ചെയ്തത്? ഈ വെള്ളം കടലിലേക്ക് ഒഴിവാക്കിയിട്ട് ബെണ്ട് കെട്ടി കടലിലേക്ക് അടിച്ചൊഴിവാക്കിയത് ശേഷം ഇതിനെ എന്ത് ചെയ്യാണ്? നെല്ല് നട്ടുപിടിപ്പിക്കാണ്. ഈ സ്ഥലം എന്താണ്? ഈ നെല്ല് കിടക്കുന്നത് എന്തിന് താഴെയായിരിക്കും? പാറകുട്ടി സീ ലെവലിന് താഴെയാണ്. അപ്പൊ ഏത് നേരം ഒരു സുഷിരത്തിൽ വെള്ളം കയറിയാൽ ഇത് നശിക്കും. ബണ്ട് പൊട്ടും. ബണ്ട് പൊട്ടിയാലോ കൃഷി നശിക്കും. അത് അത്രയും ഇന്റലിജന്റ് ആയ തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുന്ന, അത് അവർക്ക് മേൽനോട്ടക്കാർക്ക് മേൽനോട്ടക്കാര്, ഇതൊക്കെ വലിയ പണിയാണ്. അതുകൊണ്ട് കേരളത്തിലുണ്ടാക്കിയ ലാഭം എത്രയാ? 3 തവണയാണ് 2000. അപ്പൊ ഒരു വർഷത്തിൽ കേരളത്തിൽ പുതിയതായി ഇതിനാൽ വന്നു ചേരുന്നത് എത്ര ഏക്കർ നെല്ല? 6000 ഏക്കർ നെല്ല്. ഇതാണ് നശിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാര്. തിരിച്ചൊന്നും ഉണ്ടാക്കാനോട്ട് കഴിഞ്ഞതുമില്ല. അവർക്ക് ചെയ്യാനും കഴിയില്ല. എന്ത് ചെയ്യാൻ കഴിയും? എന്താ ചെയ്യാൻ കഴിയുക? ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞ സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൽ മൂടിയില്ലേ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഊട്ടോപ്യൻ സിദ്ധാന്തം മാത്രമാണ് സോഷ്യലിസം. നടപ്പിലാക്കാൻ കഴിയില്ല. നടപ്പിലാക്കാനേ കഴിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ലോകത്ത് മുഴുവനും കൃഷി ഉണ്ട്. ആരാ കൃഷി നടത്തുന്നത്? ഉദാഹരണം പറയാം, ഇപ്പൊ ടിക്കായത്തിനെ പോലെയുള്ള പഞ്ചാബികൾ, അവർക്കൊക്കെ 100 കണക്കിന് ഏക്കർ കൃഷിയുണ്ട്. അതുകൊണ്ട് ആ കൃഷി ഭംഗിയായ രാജ്യത്തിന് കിട്ടും. അയാൾ അതുവഴി മുതലാളിയാവൂലേ? അയാൾ മുതലാളിയായിക്കോട്ടെ, നീ എന്നെ കണ്ണുകടി വെക്കണം എന്തിനാ? അയാൾക്ക് ധാർമ്മിക ബോധം കൂടി ഉണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് അങ്ങനെ മുതലാളി ആയിട്ട് നെളിഞ്ഞടക്കാൻ പറ്റൂല. 2.5% ആർക്ക് കൊടുക്കണം? പറ. 2.5% സാധുക്കൾക്ക് കൊടുക്കണം. മനസ്സിലാണ്ട് പറഞ്ഞ ചിന്തിക്ക്. ധാന്യങ്ങളാകുമ്പോൾ 10% കൊടുക്കണം. ധാന്യങ്ങളാകുമ്പോൾ 150 പറ നെല്ലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 15 പറ കൊടുക്കണം. 10% കൊടുക്കണം ധാന്യങ്ങളാവുമ്പോൾ. പിന്നെ അയാൾക്ക് ഇതിൽ ചെലവുണ്ടാവും. പിന്നെ അയാൾക്ക് ആവറേജ് കുടുംബം കഴിയാനും പിന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ ചില ലാഭം ഉണ്ടാവുള്ളൂ. അയാൾ ഇല്ലാതാക്കൽ നമ്മൾ ലക്ഷ്യമല്ല. ഈ സുഭിക്ഷത ഇതുവഴി ഇത്തരം കർഷകരിലൂടെ ആർക്ക് വരും? സാധുക്കൾക്ക് വരും. സാധുക്കൾക്ക് അന്നാന്നുള്ള എന്ത് കിട്ടും? കൂലി കിട്ടും. അതിന് പുറമെ വലിയൊരു വരവ് എവിടുന്നും വരും. ഈ കൃഷി എടുക്കുമ്പോൾ അത് കൊല്ലത്തിൽ കൊടുത്താലും പോരാ. മനസ്സിലായില്ല? കൃഷിയിൽ ഒരു കൃഷി കഴിയുമ്പോൾ ആ കൃഷിയുടെ ധാന്യത്തിന് കൊടുക്കണം. 2ാം കൃഷി ഉണ്ടെങ്കിൽ അതിന്റെ ധാന്യത്തിന് കൊടുക്കണം. 3ാം കൃഷി ഉണ്ടെങ്കിൽ അതിന്റെ ധാന്യത്തിന് കൊടുക്കണം. അപ്പോൾ 3 തവണ പോലും സക്കാത്ത് വരും. മനസ്സിലായില്ലേ? 1ഉം 2 തവണ കൊടുത്തില്ലെങ്കിൽ 3ാം തവണ ഒറ്റയടി കൊടുക്കേണ്ടി വരും. ഒരു കൊയ്ത്തെടുപ്പ നമ്മളെ ബാപ്പയൊക്കെ ഒരു കൊയ്ത്ത് കഴിഞ്ഞാൽ ആ കൊയ്ത്തിന്റെ സക്കാത്ത് കൊടുക്കും. അടുത്ത കൊയ്ത്തിനോ അതിന്റെ സക്കാത്ത് കൊടുക്കും. എന്നോട് കെട്ടിക്കൊടുന്ന കൊടുക്കും. മനസ്സിലാണ്ട് പറഞ്ഞ ഒരു ചിലപ്പോൾ ബാപ്പാക്ക് കിട്ടുന്നത് ഈ തൊഴിലാളി കൊണ്ടുപോയി അത്രയും ബാപ്പ കിട്ടാനുണ്ടാവില്ല. പിന്നെ ഇത് വിശാലമായ കൃഷിയാകുമ്പോൾ എല്ലാം കൂടെ കൂട്ടി അയാൾക്ക് ലാഭം വന്നു വരും. ചെറുതായാൽ അയാൾക്ക് വളരെ മനസ്സിലായില്ല. ഇതൊക്കെ ചെറുതായ ലെവലിലേക്ക് കൊണ്ടുവന്നാൽ ലാഭകരമാവൂല്ല. കൃഷി ഇന്നും ലാഭകരമാണ്, പക്ഷെ മുതലാളിമാർക്ക് കീഴിലാണ്. സർക്കാർ കൃഷി നടത്തി. സ്റ്റാലിൻ എന്ത് ചെയ്തു? റഷ്യയിൽ കൃഷി മുഴുവനും പൊതുമേഖലയിൽ കൊണ്ടുവന്നു. സർക്കാരിൻ്റെതാക്കിയ കൃഷി. ജനങ്ങൾക്ക് റേഷൻ കട വഴി ഭക്ഷണങ്ങൾ കിട്ടും. ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് റേഷൻ കട കിട്ടും. കൃഷിന് മൊത്തം സർക്കാരിൻ്റെത്. എന്താ ഉണ്ടായത്? നഷ്ടത്തോട് നഷ്ടം. ഞാൻ അതിൻ്റെ ഒരു ഡോക്യുമെന്ററി കണ്ടു. എന്താണത്? അതായത് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് ഉരുളക്കിഴങ്ങ് വിളവെടുപ്പ് നടത്തുക. അപ്പൊ എന്താണ് അതില് 20% 30% അവിടെ കിടക്കും. കൊണ്ടുപോവില്ല. എന്തോ ഇതിൽ അവസാനത്തെ ഉരുളക്കിഴങ്ങ് എടുക്കണം എന്നുള്ള ആഗ്രഹം ആർക്കേ ഉണ്ടാവുള്ളൂ? മുതലാളിക്ക്. ഉദ്യോഗസ്ഥന് എന്താ ആവശ്യം? മുതലാളി ഇപ്പം ഇല്ല, സർക്കാരിൻ്റെതാണ്. ആരാ നടത്തുന്നത്? സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ശമ്പളമേ ഉള്ളൂ. അപ്പോൾ അവര് അവസാനത്തെ അവർക്ക് കൂടുതൽ കിട്ടിയാൽ അതിനനുസരിച്ച് ചാക്കം കിട്ടിക്കൊണ്ടുണ്ടേ. എല്ലാ ഉരുളക്കയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് 5 മണിക്ക് പണിയേറി പോകാൻ പറ്റൂല. മുതലാളി അങ്ങനെയല്ല. മുതലാളി രാത്രി 10 മണിയായാലും അവിടെ തന്നെ ഇരിക്കും.
ഈ ഇരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? അത്രയും പ്രൊഡക്റ്റ് രാജ്യത്തിന് കിട്ടും. അയാൾക്ക് ലാഭം കിട്ടൽ മാത്രമല്ലല്ലോ, 1000 കിലോ ഉരുളക്കിഴങ്ങ് 1000 കിലോയും മണ്ണിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1000 കിലോ രാജ്യത്തിന് കിട്ടി. ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ എന്ത് വരും? നിങ്ങൾക്ക് എന്തൊന്നും അറിയില്ല. ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ എന്ത് വരും? വില കുറയും. ഇപ്പൊ നെല്ല് കൊയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ നെല്ല് കൊയ്യാം, മുതലാളിക്കും നെല്ല് കൊയ്യാം. നെല്ല് കൊയ്താലോ പരമാവധി എടുക്കും. പഴയ കാലത്തുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കൊയ്ത്തിന്റെ ബാക്കിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും? കതിരെടുക്കാൻ നടക്കും. വൈകുന്നേരം വരെ എടുക്കാൻ നടന്നാലും അവർക്ക് ഒരാളെ കൂലിക്കുള്ള നെല്ല് കിട്ടിയെങ്കിൽ കിട്ടി. എന്തുകൊണ്ട്? ഇത് മുതലാളിമാരെ പാടാണ്, പരമാവധി എടുത്തുകൊണ്ടുപോകും. അതേസമയത്ത് പൊതുമേഖലാ സ്ഥാപനമാണ് കൃഷിയെങ്കിൽ അവിടെ വിളവെടുക്കുന്നത് ആരാണ്? സർക്കാർ ഉദ്യോഗസ്ഥൻ. അയാൾ കൂടുതലായി കഴിഞ്ഞാൽ അയാൾക്ക് ഇത് മുഴുവനും ചാക്ക് കെട്ടിയിട്ട് ട്രക്കിന് വിടണം. അപ്പൊ അയാൾക്ക് 3 മണിക്ക് പണി തീർത്തിയാലേ 5 മണിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അത് നടക്കൂല. മുതലാളി നട്ടപ്പതിലൊക്കെ കിടക്കും പന്നി വരാതിരിക്കാൻ. ഒരു കതിര് പോകാൻ മുതലാളി നോക്കൂല. ഇതുവഴി അയാൾക്ക് മാത്രമല്ലല്ലോ ലാഭം ഉണ്ടാവണേ, രാജ്യത്ത് എന്തുണ്ടായി? അത്രയും എന്തുണ്ടായി? ധാന്യം കിട്ടിയില്ലേ? ഇത് മനുഷ്യന് കഴിക്കാലോ. 30%, 25%, 30% അവിടെ കിടക്കും. എല്ലാ കാർഷിക വസ്തുക്കളും നഷ്ടം. ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മാർത്ഥം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ആ ആത്മാർത്ഥതയും ധാർമ്മികതയും ഉദ്യോഗസ്ഥരിൽ നിറക്കണം. അതിന് കഴിയൂല. മുതലാളിക്ക് സ്വാഭാവികമായ ആത്മാർത്ഥം ഉണ്ടാക്കാൻ അയാൾ മുതലാണ്. ഇനി അയാൾക്ക് എന്തുണ്ടായാൽ മതി? ജനങ്ങളെ ചൂഷണം ചെയ്യരുത്. നിനക്ക് കിട്ടിയതുപോലെ നിനക്ക് കിട്ടിയതുപോലെ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന ഒരു ധാർമ്മികമായ മൂല്യങ്ങൾ അയാളെ ഹൃദയത്തിൽ കയറിയാൽ മാത്രം ആ രാജ്യം വളരെ കൃത്യമായി ആ സിസ്റ്റം വർക്ക് ചെയ്യും. കൃഷിഭൂമി കർഷകൻ്റെത്. അത് ഈ ജോസഫ് മുരിക്കൻ്റെ കൃഷിഭൂമി പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പാട്ടുണ്ടാക്കിയത്? നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേൻ. അത് ഒറ്റ കൊല്ല പിന്നെ ആയത്, അത് നഷ്ടത്തിലായി. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്, കേരളത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമായ ഒരു കൃഷി സംവിധാനം ജോസഫ് മുരിക്കൻ എന്ന ഒരു ധാർമ്മിക ബോധമുള്ള ക്രിസ്ത്യാനിയാണ് അയാൾ. ആ ധാർമ്മിക ബോധ എത്രത്തോളം എന്ന് പറഞ്ഞാൽ പോപ്പ് പോലും അയാൾ അതിന്റെ പേരിൽ പ്രശംസിച്ചു. പോപ്പ് പോലും അദ്ദേഹത്തിന്റെ, മനസ്സിലായില്ലേ, കത്തോലിക്ക പോപ്പ് പോലും ഈ ഒരു നന്മയുടെ പേരിൽ ആ മനുഷ്യനെ പ്രശംസിച്ചു. നല്ല ധാർമ്മിക ബോധമുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു അയാൾ. നീ എവിടെയെങ്കിലുമൊക്കെ കമ്മി ഉണ്ടാകാം, മനുഷ്യരല്ലേ കമ്മി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ധാർമ്മിക ബോധം നൽകിയ വേണ്ടത്. ആ മനസ്സിലായോ പറഞ്ഞത്? 6000 ഒരു വർഷത്തിൽ കേരളത്തിലേക്ക് വന്നിരുന്നത് ഈ ജോസഫ് മുരിക്കൻ എന്ന കായൽ രാജാവിന്റെ കൃഷി വഴിയായി കേരളത്തിന്റെ നെല്ലറയിലേക്ക് പത്തായത്തിലേക്ക് വന്നിരുന്നത് 6000 ഏക്കർ ഭൂമിയുടെ കൃഷിയാണ് കൊല്ലത്തിൽ വന്നിരുന്നത്. 3 വെള്ളം എടുത്തിരുന്നത്. ഇപ്പോഴോ 1 ഇഞ്ചില്ല. ഒരൂക്കിന് നടത്തി, നഷ്ടം വന്നു. എന്തുകൊണ്ട്? മുതലാളിയെ പോലെ ഇന്റലിജന്റ് ആവൂല തൊഴിലാളി. അത് നടത്താൻ എന്തുകൊണ്ട്? തൊഴിലാളിക്ക് അത് ലാഭമല്ല, എല്ലാപ്പോലത്തെ വിഹിതേ ഉള്ളൂ. എല്ലാരെ പോലെ ഒരു വിഹിതേ ഉള്ളൂ, ലാഭമില്ല. അതന്നെ പ്രശ്നം. അതങ്ങോട്ട് തകർത്തരിപ്പണാക്കി. അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലേ, പോപ്പ് പോലും അദ്ദേഹത്തെ പ്രശംസിച്ചു. ഒരു വർഷം അതിനുശേഷം ജനറൽ 1972 ജനറൽ വാർഡിൽ കടന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കേരളത്തിന് അഭിമാനകരമായ അസ്തിത്വമുണ്ടാക്കിയ ഒരു സാധുവായ നല്ല മനുഷ്യനായ നല്ല മനസ്സുമാണത്. എന്തുകൊണ്ട്? 1940കളിൽ ഇവിടെ ഭക്ഷ്യക്ഷാമം, 2ാം ലോക മഹായുദ്ധം കാരണം കേരളത്തിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ജോസഫ് മുരിക്കൻ അതിന് തയ്യാറായത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ധാർമ്മികമായി പിന്തുണച്ച ഒരുപാട് എന്താ പറയാ ക്രൈസ്തവ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ട്? രാജ്യത്ത് മനുഷ്യൻ, എല്ലാ മതത്തിന്റെ ആധാരം മനുഷ്യൻ നന്മയാണ്. മനുഷ്യന് ഭക്ഷണം ഉണ്ടാവണം. ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായ ആദ്യത്തെ കാര്യം, അത് ഏത് ഇസ്ലാം ആയാലും ക്രൈസ്തവതയാണെങ്കിലും ഹൈന്ദവതയാണെങ്കിലും ഏത് മതമാണെങ്കിലും ജനങ്ങൾ മാന്യമായി ജീവിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എത്രയോ ആളുകളെ ഞാൻ പറഞ്ഞില്ലേ, പോപ്പ് പോലും ഈ നന്മയുടെ പേരിൽ അദ്ദേഹത്തെ പ്രശംസിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രശംസിച്ചു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ തകർത്തു. ആ തെങ്ങുകൾ കമ്മ്യൂണിസ്റ്റുകൾ വെട്ടി.
ബൂർഷന്ന് വിട്ടാലോ. കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ കിരാത വാഴ്ചകൾക്ക് ലോകാവസാനം വരെ കണ്ണീരൊഴിക്കാലും മതിയാവില്ല. അത്തരം എത്രയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്.